ഹോണറിൻ്റെ ഹോണർ X50i എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ X50i എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നില്ല. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്യുവൽ പഞ്ചോളാണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയൊരു പഞ്ചോളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ഒരു പഞ്ചോൾ വരുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഏകദേശം 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം കൂടിയ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 3240 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ചത് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം വെയിറ്റ് ആണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 166 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുമാത്രമല്ല തിക്നെസ് വരുന്നത് വെറും 6.78 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം നല്ലോണം കുറവാണ്. അപ്പം അത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6080 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 18,600 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 12 GB റാമും 256 GB ഇൻ്റർണലും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 12 GB റാമും 512 GB ഇൻ്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ വരുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ സപ്പോർട്ടൊക്കെ ഇതിലുണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ചൈനീസ് മാർക്കറ്റിൽ അതില്ല. കാരണം ചൈനയിൽ കംപ്ലീറ്റ് ഗൂഗിൾ ബാൻ ആണ്. ഒരു ഫോണിനുള്ളിലും ഇതൊന്നും വരുന്നില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ f1.75 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 വരുന്ന ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല, ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1599 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 18,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണർ X50i എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഫോൺ എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും ഹോണർ X50i എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.